അഡ്വക്കേറ്റ് ബൈജു നോയൽ, ഇപ്പോൾ ഷെറിൻ കാർണവർ വധക്കേസിലെ ഷെറിൻ 3 ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി, എണ്ണി പറഞ്ഞു നോക്കിയാൽ 19 വർഷക്കാലം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയടക്കം നേടിയ 10 25 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ വാർദ്ധക്യ പ്രശ്നങ്ങളുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള നിരവധി തടവുകാർ നമ്മുടെ ജയിലുകളിലുണ്ട്. അതിൽ നേരത്തെ അരുൺകുമാർ പറഞ്ഞ 2 പ്രശ്നങ്ങൾ, ഒന്ന് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യം നടത്തിയവർ, റേപ്പ് കേസുകളിൽ ഉൾപ്പെട്ടവർ, സ്ത്രീകൾക്കെതിരായ കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയവർ. ഈ പറയുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ പോലും 100 കണക്കിന് ആളുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും നാളെ കോടതിയെ സമീപിക്കാം. 14 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന അസ്കിതകളുണ്ട്, ഞങ്ങളെ പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ കേസ് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ജീവപര്യന്തം എന്നാൽ ജീവപര്യന്തമാണ് എന്ന് കോടതികൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ജീവപര്യന്തം എന്നാൽ 14 വർഷമാണ്, ശേഷം കോടതിയെ സമീപിക്കാൻ കാശുണ്ടെങ്കിൽ പുറത്തേക്ക് വരാം. ആണ് നമ്മുടെ ജയിലുകളിൽ നിന്ന് നിരവധി ആളുകൾ ശിക്ഷാ ഇളവ് നേടി പുറത്തിറങ്ങാറുണ്ട്. അതൊന്നും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായി ഉണ്ട് മാധു. കാരണം ഇത്തരം സ്വാധീനമുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തി ജയിലുകളിലാക്കപ്പെടുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ശിക്ഷാ ഇളവുകൾ വരുമ്പോൾ അതിൽ ഗവൺമെന്റ് എടുക്കുന്ന താല്പര്യങ്ങൾ പൊതുവെ സ്വജനപക്ഷപാതപരമാകുമ്പോഴാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ജയിൽ ഉപദേശക സമിതി എന്ന്. ജയിൽ ഉപദേശക സമിതിയിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന ചില കൊലപാതക കേസുകളുടെ പ്രതികളെ സ്വീകരിക്കാനും അവരെ അവിടെ കൊണ്ടുചെന്നാക്കാനും ചെല്ലുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നില്ലേ? അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ പറയുന്ന സ്വാധീനമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരവർക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ആളുകളെ ഇത്തരം എല്ലാ ക്രൈറ്റീരിയകളുടെയും വയലേഷൻ നടത്തിക്കൊണ്ട് ഇത്തരം റിമിഷൻ നൽകുമ്പോഴാണ് നമുക്കിതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത്തരം ജനാധിപത്യപരമായി നമുക്ക് നൽകപ്പെടുന്ന ഈ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ്, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് നൽകുന്ന ഈ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആർബിട്രറിയായി ഏകപക്ഷീയമായി അത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള സംശയം വരുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വലിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയല്ലോ നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ. ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴാണ് നമുക്ക് ഇത്തരം ന്യായീകരിക്കുമ്പോഴാണ്, വലിയ ന്യായീകരണങ്ങൾ ഗവൺമെന്റ് നടത്തുമ്പോഴാണ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയ ആളുകൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും പൊതുജനത്തിന്റെ സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ലെങ്കിൽ ക്യാബിനറ്റിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും ആ റിപ്പോർട്ടുകൾ പഠിച്ച് എന്തുകൊണ്ടാണ് ജയിൽ ഉപദേശക സമിതി അങ്ങനെ ഒരു ശുപാർശ നൽകിയത്, എന്തുകൊണ്ടാണ് ക്യാബിനറ്റ് അംഗീകരിച്ചതെന്ന് സംശയലേശം എന്നെ വിശദീകരിക്കുകയല്ലേ? അതൊരു ന്യായീകരണം എന്ന നിലയ്ക്ക് കാണേണ്ടതുണ്ടോ? ഞാൻ പറയട്ടെ, അതുകൊണ്ടാണല്ലോ ബൽക്കീസ് ബാനുവിന്റെ കേസിൽ നോക്കൂ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടാണ് അത് സെറ്റ് അസൈഡ് ചെയ്യേണ്ടി വന്നത്? അതിനകത്ത് ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചത് കൊണ്ടല്ലേ. ആ വിധിന്യായം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ അത്. നേരത്തെ അരുൺകുമാർ ആ കേസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ റിവിഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും കൂടെ ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വളരെ തിടുക്കത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തിനും ഈ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സംശയമുണ്ടാകും. ആ സംശയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ സംശയം ദൂരീകരിക്കപ്പെടണം എന്ന് മാത്രമല്ല, ഇതിനകത്ത് എന്തെങ്കിലും ഉപാധികൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. സെക്ഷൻ 433 പ്രകാരം ആ ഉപാധികൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിയെ നാളെ തിരിച്ച് നമുക്ക് ഈ പറയുന്ന ഇത് റദ്ദ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും നമ്മൾ? അപ്പോഴാണ് നമ്മൾ ഈ ആളുകളുടെ സംശയം ഈ പ്രാഥമികമായ ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ദുരൂകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എന്ന് മാത്രമല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് ഇത്തരം കാര്യങ്ങൾ വലിയ റോളുണ്ട്. എല്ലാ ഈ പറയുന്ന റിവിഷനുകളും പരിശോധിക്കാൻ നേരത്തെ നമുക്ക് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ഈ ഒരു ഷെറിന്റെ ഈ ഒരു കേസിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജനാധിപത്യ മര്യാദയുടെ കൂടെ ഭാഗമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറുടെ മുമ്പിൽ ഈ ഫയൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.